മതത്തെ സംബന്ധിച്ചിടത്തോളം ആ മതത്തിനുള്ളിലെ ജനങ്ങളോ സാധാരണ ജനങ്ങളോ അല്ലെങ്കിൽ പൗരോഹിത്യ സമൂഹമോ ഒക്കെ അതിനെ ഏറ്റെടുക്കുന്നുണ്ടോ, അതിനകത്ത് എന്തെങ്കിലും ചലനമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പിച്ച് എനിക്ക് പറയാൻ പറ്റും, അങ്ങനെ ഒരു ചലനവും ഉണ്ടാകുന്നില്ല. നമുക്കത് സംഭാഷണം അങ്ങനെ അതിനെപ്പറ്റിയിട്ട് ഒരു സംഭാഷണം നമ്മളത് പറയുവാണെങ്കിൽ നമുക്കത് ചെയ്യാം. എന്നാൽ ചില വിഷയങ്ങളിൽ അതിൻ്റെ ആളുകളുടെ അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് ഉദാഹരണം മുനമ്പം സംഭവം ഉണ്ടായി. ഇപ്പം ഞാൻ തന്നെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഓർഗനൈസേഷൻ അതിനെതിരെ ഒരു പ്രസ്താവന, അതായത് അവിടെ സമരം നടത്തുന്നവർക്ക് അനുകൂലമായിട്ടൊരു പ്രസ്താവന നടത്തുകയുണ്ട്. പക്ഷെ അതിനകത്ത് ലാർജർ നമ്പർ ഓഫ് ഞങ്ങളുടെ ബോഡിക്കകത്ത് ഏകദേശം 50ഓളം എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ് ഉണ്ട്. പക്ഷെ അതിനകത്ത് ഒരു ലാർജർ വിഭാഗം എന്ന് പറയുന്നത് അതിനകത്ത് വിഭിന്നമായ നിലപാടുണ്ട്. എന്നാൽ നമുക്കറിയാമല്ലോ, ഒരു പൊതു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സ്റ്റേറ്റ്മെന്റ്, ഞാൻ ആ കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് മുൻപ് വിഷയമായിട്ട് വന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ എൻ്റെ പേരുണ്ട്. ഞാൻ വൈസ് പ്രസിഡന്റ് എന്ന ലെറ്റർ പാടിൽ എൻ്റെ പേരും. ഒരുപാട് പേര് എന്നോട് ചോദിച്ചു. അപ്പൊ എന്നോട് ചോദിച്ചവരോടല്ല ഞാൻ എൻ്റെ ഞാൻ വാട്സപ്പ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ, ഇതൊന്നും കാണാതിരിക്കാൻ വേണ്ടി. അപ്പൊ ഞാൻ അതിനകത്ത് എൻ്റെ ഒരു ഡിസൈൻ എഴുതിയിടുകയും ചെയ്തു. മനസ്സിലായില്ല. അപ്പം എല്ലാവരും ഒരു സംഘടനയുടെ ഏതെങ്കിലും ഒരു ക്രൈസ്തവ പ്രതിനിധി അല്ലെങ്കിൽ പേരുള്ള ഒരാൾ എടുക്കുന്ന ഒരു അഭിപ്രായം ആ സമുദായത്തിന് മൊത്തം ബാധകമാകണം എന്നില്ല, ആകത്തില്ല. അതാണ് എൻ്റെ വസ്തുത. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വളരെ വളരെ ചെറിയ ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ നമ്മൾ ഭൂരിപക്ഷവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് അങ്ങനെ പോലും എടുക്കാൻ പറ്റുകയില്ല. വിരലിൽ എണ്ണാവുന്ന ചില ആളുകൾ, ഞാൻ ഇവിടുത്തെ ഉത്തരവാദിത്വത്തോടുകൂടി പറയണത്, വിരലിൽ എണ്ണാവുന്ന ആളുകൾ മറ്റെന്തെല്ലാമോ പൊളിറ്റിക്കൽ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടോ മറ്റോ ആകാം ഈ ഒരു പ്രചരണം സോഷ്യൽ മീഡിയയിൽ നടത്തുന്നുണ്ട്. അല്ലെങ്കിൽ മധ്യ കേരളത്തിൽ ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത്, തിരുവനന്തപുരത്തോ കോട്ടയത്തോ അങ്ങനെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ലാർജറായിട്ട് ജനങ്ങൾ, വിശ്വാസികൾ, ക്രൈസ്തവ വിശ്വാസികൾ അല്ലെങ്കിൽ പുരോഹിതന്മാർ, സഭകൾ എവിടെയെങ്കിലും ഇത്തരത്തിൽ അന്യമത വിദ്വേഷമോ മറ്റോ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മെറിറ്റിനെ പറ്റി സംശയിക്കുക. ഞാനത് ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ മാഷു പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിൽ പല കോർണറിൽ നിന്നും ഇത്തരം ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഈ അപരിചിതത്വത്തിന്റെ കാരണം എന്താണ്? അതാണ് എനിക്ക് ഇന്ന് പറയാനായിട്ട് ആഗ്രഹം. എന്താണ് ഈ അപരിചിതത്വത്തിന്റെ കാരണം? ഞാനിന്ന് കോഴിക്കോട് വരാനായിട്ട് കാരണം ഞങ്ങളുടെ ഒരു ഓർഗനൈസേഷൻ നമ്മുടെ ഗവൺമെന്റ് ഈ ഹീറ്റ് വേവ് ആക്ഷൻ പ്ലാൻ, അതായത് ഒരു പ്രത്യേക ദുരന്തമായിട്ടാണ് ഈ ഉഷ്ണകാലത്തെ കാണുന്നത്. ഹീറ്റ് വേവ്സ് ഭയങ്കരമായിട്ട് ഇപ്പം മഴ വന്നു, പാലക്കാട് കോഴിക്കോടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇതിനകത്ത് യെല്ലോ അലർട്ട് ആയിരുന്നു ലാസ്റ്റ് ഏപ്രിൽ 15-ാം തീയതി പ്രഖ്യാപിച്ചിരുന്നത്. അപ്പം ഞങ്ങളുടെ ഇതിനകത്ത് അധ്യാപകരുണ്ട്, റിസർച്ച് സ്കോളേഴ്സ് ഉണ്ട്, ആക്ടിവിസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ തീരുമാനിച്ചതാണ് ഇതൊരു ദുരന്ത സമയത്ത് എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കുക. അപ്പം അതിനകത്ത് ഏറ്റവും അഫക്റ്റഡ് ആയിട്ടുള്ള വിഭാഗം എന്ന് പറയുന്നത് തെരുവിൽ ജീവിക്കുന്ന മനുഷ്യർ. അവരുടെ ലൈവ്ലിഹുഡിന് വേണ്ടിയിട്ട് അവർക്ക് നമ്മളെപ്പോലെ ഓഫീസിലൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. അപ്പൊ അവരാണ് ഇതിന് സഫർ ചെയ്യുന്നത്. എന്നാൽ അവർക്ക് ലൈവ്ലിഹുഡിന്റെ പ്രശ്നമുള്ളത് കൊണ്ട് മാറി നിൽക്കാനും, അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചപ്പോഴാണ് ഞങ്ങൾ ഒരു പ്രത്യേക UV പ്രൊട്ടക്ഷനോട് കൂടി ഉള്ള ഒരു തണൽക്കുടകൾ നാഗ്പൂരിൽ നിന്നും ഒക്കെ ഞങ്ങൾ ഓർഡർ ചെയ്ത് ഫണ്ട് കളക്ട് ചെയ്ത് അങ്ങനെ ഞങ്ങൾ പാലക്കാട് അത് കൊടുത്തു, മലപ്പുറത്ത് കൊടുത്തു, ഇന്ന് രാവിലെ മേയർ കോഴിക്കോടും കൊടുത്തു. അപ്പം ഇതിന്റെ ഭാഗമായിട്ട് മുസ്തൂമിനെ ഞങ്ങൾ കോഴിക്കോട് കോൺടാക്ട് ചെയ്യുമ്പോൾ അങ്ങനെയാണ് സ്ട്രീറ്റ് ഓഫ് കാലിക്കറ്റിലെ സ്നേഹിതർ ഡോക്ടർ ഫർസാന ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെടുന്നത്. അങ്ങനെ അവരും വന്നു, അവരും കൂടെ ചേർന്നാണ് പെട്ടെന്നാണ് 2-3 ദിവസത്തിനുള്ളിലാണ് ഈ പ്രോഗ്രാം കോഴിക്കോട് അറേഞ്ച് ചെയ്ത് ഇന്ന് CSI കത്തീഡ്രലിൽ വെച്ച് അതിന്റെ അങ്കണത്തിൽ വെച്ചാണ് കുടകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. ഇത് കഴിഞ്ഞിട്ട് അതാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിച്ചത്. അപ്പൊ അതിനകത്ത് ബഹുഭൂരിപക്ഷം അതായത് ആ പള്ളിയിലെ അവിടെയുള്ള CSI ചർച്ചിലെ, അതുപോലെ റോട്ടറി ക്ലബിന്റെ റോട്ടറാക്ട് എന്ന് പറഞ്ഞാൽ യൂത്തിലെ പിള്ളേരും ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള കുട്ടികൾ, സ്റ്റേറ്റ് ഓഫ് കാലിക്കറ്റിനകത്തു നിന്നുള്ള ഇസ്ലാം മത വിശ്വാസികളായിട്ടുള്ള കുട്ടികൾ ഡോക്ടർ ഫർസാനയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ എല്ലാം കൂടെ ഒരു 10-30 പേരോളം ഉണ്ട്, 25-30 പേരുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുത്തെ അച്ഛൻ്റെ കൂടെ അവിടുത്തെ ചാപ്പൽ, പള്ളിയുടെ സൈഡിലുള്ള ചാപ്പലാണ് മീറ്റിംഗ് കൂടുന്നത്. അപ്പം ഇപ്പം മാഷ് പറഞ്ഞതുപോലെ ഇവർക്കെല്ലാം കൗതുകമാണ്. ഇതാദ്യമായിട്ടാണ് ഇവർക്ക് ഡോക്ടർ ഫർസാന പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ഒരു ആഗ്രഹം എല്ലാ പള്ളികളും കയറി കാണുക എന്നുള്ളതാണ്, ഇങ്ങനെ ഒരു ചാപ്പൽ ഇവിടെ ഉള്ളത്. അത് കഴിഞ്ഞ് അച്ഛൻ ഇവരെയും കൂട്ടിക്കൊണ്ട് ബിഷപ്പിനെ കണ്ടു. ഒരു ബിഷപ്പിനെ കാണുമ്പോൾ ഒരു എക്സൈറ്റഡ് ആയി. പറഞ്ഞു ഇത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണല്ലോ, കോറിഡോറിലൂടെ പോകുന്നു, തിരിഞ്ഞു. ഞാൻ മാഷോടെ രാവിലെ പറഞ്ഞതുപോലെ ഒരു ഭയങ്കര, നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് എന്തൊരു നിഗൂഢതയൊക്കെയുള്ള ഒരു ബിഷപ്പ് ഹൗസ്. വാസ്തവത്തിൽ നമ്മൾ ഡോറുകൾ തുറക്കാത്തതിന്റെ പ്രശ്നമാണ്. അവിടെ ചിലപ്പോൾ ഒരു പാവം മനുഷ്യൻ അവിടെ ഇരിക്കുകയാണ്. ഡോക്ടർ റോയ്സ് മനോജ് വളരെ പ്രസന്റായിട്ട് സ്വീകരിച്ച്
വർത്തമാനമൊക്കെ പറഞ്ഞ്